ഈ വീഡിയോ ലൈക്ക് ചെയ്ത് കമന്റ് ചെയ്ത് ഷെയർ ചെയ്യുന്നവരിൽ നിന്ന് ഒരു ഭാഗ്യശാലിക്ക് ഇത്തവണ വിഷു ഈസ്റ്റർ പെരുന്നാൾ എല്ലാം ഒരുമിച്ച് വരികയാണ്. നല്ല അടിപൊളി അർമാനി തുണിയുടെ ഷർട്ട് നമ്മുടെ വക ഫ്രീ. അപ്പോൾ അത് കിട്ടണമെന്നുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് കണ്ടു നോക്കൂ. ട്രൗസേഴ്സ് ആൻഡ് ഷർട്ട് 4 കളർ കോമ്പിനേഷൻ കാണിച്ചു കേട്ടോ നിങ്ങൾക്ക്. വളരെ സൂട്ടബിൾ ആണോ അല്ലയോ എന്ന് നിങ്ങൾക്കും പറയാം. ഇത് ബ്ലാക്ക് ആൻഡ് ഗ്രേ. അടുത്ത കോമ്പിനേഷൻ ആണ് നേവി ബ്ലൂ ആൻഡ് വെരി ലൈറ്റ് ബ്രൗൺ. ഇതിന്റെ കോമ്പിനേഷൻ മാത്രമല്ല കേട്ടോ, ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ സാധാരണ പാൻറ് ഇടുമ്പോൾ ഇവിടെ മുട്ട് ഭയങ്കരമായിട്ട് ലോക്കാവുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷെ ഇത് അർമാനി എന്ന് പറയുന്ന ഒരു ക്ലോത്തിങ് ആണ്. ഇതിന്റെ ഒരു ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വളരെ സോഫ്റ്റ് ആയിട്ട് ഇങ്ങനെ ഫ്ലോയിങ് ആയിട്ട് കിടക്കും. മെയിനായിട്ട് അയൺ ചെയ്യേണ്ട ആവശ്യമില്ല. ഹൈലി സ്ട്രെച്ചബിൾ ആണ്. അതുപോലെ തന്നെയാണ് ഷർട്ടിങ്ങും സ്ട്രെച്ചബിൾ ഫാബ്രിക്, വെരി സ്മൂത്ത് ഫ്ലോയിങ്. മൂന്നാമത്തെ കോംബോ ലിനൻ ആണ്. രണ്ടും ലിനൻ ആണ്. ഇതിന് പകരം ഞാൻ ചിലപ്പോൾ ലൈറ്റ് ബ്ലൂ ആയിരിക്കും ഉപയോഗിക്കാം, ദെൻ വൈറ്റ് ഉപയോഗിക്കാം, ഗ്രേ ഉപയോഗിക്കാം. എല്ലാത്തിനും പറ്റിയ കളറാണ് ഈ പാൻറ്, അതുകൊണ്ടാണ് ഇതെടുത്തത്. ദെൻ 4ാമത്തെ കോമ്പിനേഷൻ ഇത് രണ്ടുമാണ്, റെഡ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് റെഡ്, അതുകൊണ്ട് എടുത്തിട്ടുള്ളതാണ്. ഓക്കെ, ഈ 4 കോംബോകളും ഞാൻ ഉണ്ടാക്കിച്ചതാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ മലപ്പുറത്തുള്ള ഒരു ഡിസൈനർ ഫ്രണ്ട് പറഞ്ഞു ഞാനിങ്ങനെ ഷർട്ട് ഉപയോഗിക്കണം എന്ന് പറഞ്ഞു അതിന് പറ്റിയൊരു സ്ഥലമുണ്ട് സ്റ്റിച്ച് ചെയ്യാൻ, മെറ്റീരിയൽ എടുത്ത് സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയൊരു സ്ഥലമുണ്ട്, കാണിച്ചു തരാമെന്ന് പറഞ്ഞു. മലപ്പുറം BH സ്ട്രീറ്റിലുള്ള എൻ ഡിസൈനിൽ നിന്നാണ് ഞാൻ ഇതെല്ലാം എൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് കസ്റ്റം ഡിസൈനിൽ സ്റ്റിച്ച് ചെയ്തെടുത്തത്. അതിൻ്റെ ഓണറുടെ ഒരു കഥയും ഉണ്ട്. അതുപോലെ നോമ്പും പെരുന്നാളുമായിട്ട് നിങ്ങൾക്ക് ഡ്രസ്സുകളൊക്കെ തയ്ക്കണം എന്നുണ്ടെങ്കിൽ അങ്ങോട്ട് പോയാലും മതി. നമുക്ക് ആദ്യം മലപ്പുറം കോട്ടയ്ക്കൽ പോയിട്ട് വരാം. ബാംഗ്ലൂർ സുധാമാനഗർ കമേഴ്സ്യൽ സ്ട്രീറ്റ് ഒക്കെ പോലെ മലപ്പുറം ജില്ലയില് കോട്ടക്കലില് വളരെ പ്രശസ്തിയിലോട്ട് വരുന്ന ഒരു സ്ട്രീറ്റ് ആണ് BH സ്ട്രീറ്റ്, ബാപ്പു ഹാജി സ്ട്രീറ്റ്. ആ ബാപ്പു ഹാജി സ്ട്രീറ്റില് ലീഡിംഗ് ആയിട്ടുള്ള മെൻസ് വെയർ ഡിസൈനിങ് ആൻഡ് സ്റ്റിച്ചിങ്, ടൈലറിംഗ്, അങ്ങനെ പല കാര്യങ്ങൾ ചെയ്യുന്ന ഷോറൂമാണ് എൻ ഡിസൈൻ, നാസർ ഡിസൈൻ. അതാണ് എൻ ഡിസൈൻ ആയി മാറിയത് അല്ലെ. അബ്ദുൽ നാസറിന്റെ കച്ച എന്ന് വെച്ച് കഴിഞ്ഞാല് 300 സ്ക്വയർ ഫീറ്റുള്ള ഒരു കടയിൽ നിന്ന് തുടങ്ങിയിട്ട് സ്റ്റിച്ചിങ് മാത്രമായിരുന്നു. അവിടെ നിന്ന് ഇന്നിപ്പോ ഇന്ത്യയിലെ അറിയപ്പെടുന്ന എല്ലാ ബ്രാൻഡുകളുടെയും റൈമണ്ട്സ്, അരവിന്ദ്, റീഡ് ആൻഡ് ടൈലർ, സോഫ്റ്റാസ്, അർമാനി. അബ്ദുൽ നാസറിനെയും ടീമിനെയും സമീപിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു കല്യാണം, കോർപ്പറേറ്റ് ഇവന്റ്, നിങ്ങൾ കൂട്ടുകാരൊക്കെ കൂടിയിട്ട് ഒരുമിച്ച് ഡ്രസ്സ് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായിട്ടൊരു വാർഡ്രോബ് ഉണ്ടാക്കേണ്ട ഒരു ബിസിനസ്മാൻ ആണ്. അപ്പോൾ അതിന് വേണ്ട സജഷൻസും ഡിസൈനും മെറ്റീരിയലും സ്റ്റിച്ചിങ്ങും എല്ലാമായിട്ട് പുതിയൊരു മനുഷ്യനായിട്ട് നിങ്ങൾക്ക് ഇവിടെ നിന്ന് ഇറങ്ങി പോകാം. അപ്പൊ നമ്മൾക്ക് മുകളിലോട്ട് പോവാം. ഇത് ബാംഗ്ലൂർ സ്റ്റൈലിലാണ് നിങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് അല്ലെ. പുറത്തു നോക്കുമ്പോ ഒരു ഷോപ്പ്, അകത്തേക്ക് വരുമ്പോ ധാരാളം ഷോപ്പുകൾ. ഇപ്പുറത്ത് സീക്രട്ട് റൂം ഒക്കെ ഉണ്ട്. ജെയിംസ് ബോണ്ടിന്റെ കൊട്ടാരത്തിലോട്ട് പോവാണ് നമ്മള്. ഇതിനുള്ളിൽ ഒരു സ്റ്റിച്ചിങ് യൂണിറ്റ് ആണുള്ളത്. ഇതാണ് ഇവരുടെ ബ്രാൻഡ് എൻ ഡിസൈൻ അല്ലെ. ഇന്നത്തെ കാലത്ത് ഗാർമെന്റ് ബിസിനസ് ഒന്നും പച്ച പിടിക്കില്ല എന്ന് വിചാരിക്കുന്നവര് ശരിക്കും പറഞ്ഞാൽ മലബാർ മേഖലയിൽ വരിക. എവിടെ നോക്കിക്കഴിഞ്ഞാലും ഗാർമെന്റ് യൂണിറ്റുകളാണ്, ക്ലോത്തിങ് ഷോപ്പുകളാണ്. എല്ലാവരും ലൈഫ് ശരിക്കും സെലിബ്രേറ്റ് ചെയ്യുകയാണ്. ഇവരൊക്കെ മലയാളീസ് ആണോ? ഇത് മലയാളി തന്നെയാണ്. ഇത് എത്ര പേരുണ്ട് ഇവിടെ? ഇത് പീസ് വർക്ക് അല്ലേ ഇവർക്ക് ശരിക്കും? അതാണ് അവർക്കും നല്ലത്, നിങ്ങൾക്കും നല്ലത് അല്ലേ. എന്തൊക്കെയാ നിങ്ങൾ ഇവിടെ ചെയ്യുന്നത്? എല്ലാം ചെയ്യുന്നുണ്ട്. മറ്റേ ഗൂർഖ പാന്റിന്റെ അല്ലേ. അപ്പൊ നിങ്ങൾക്ക് സ്റ്റിച്ചിങ്ങും ഉണ്ട്, ദെൻ റെഡിമെയ്ഡ്സ് ഉണ്ടോ? ഓ, സ്റ്റിച്ചിങ് മാത്രം ഇത്രയും പേരുണ്ട്. ഓ വാവ്. ആൻഡ് സ്റ്റിച്ചിങ് ഒക്കെ നല്ല. ശരിക്കും ഞാനിത് നിങ്ങൾ റെഡിമെയ്ഡ് വിൽക്കാൻ വേണ്ടി വെച്ചേക്കണാന്ന് വിചാരിച്ചത്. ഇതിന് മാത്രം ഡിമാൻഡ് എന്താ വരുന്നത് സ്റ്റിച്ചിങ്ങിന്? നല്ല പെർഫെക്റ്റ് ഫിറ്റിംഗ്, സമയത്തിന് കറക്റ്റ് നമ്മൾ കൊടുക്കും. അപ്പൊ ഈ മെറ്റീരിയലൊക്കെ നമ്മൾ ഷോറൂമിൽ നിങ്ങളെ താഴത്തുനിന്ന് എടുക്കും അങ്ങനെ. അപ്പൊ ഇത്രയും പേര് എന്ന് പറയുമ്പോ നിങ്ങൾക്ക് ബൾക്ക് സ്റ്റിച്ചിങ് ഒക്കെ വരുന്നുണ്ടോ? വലിയ വലിയ കല്യാണങ്ങളുടെ അങ്ങനെയൊക്കെ കറക്റ്റ് അങ്ങനെ ചെയ്തു തരും. എത്ര വർഷമായി ഈ ഫീൽഡിൽ? ഷോപ്പ് തുടങ്ങിയിട്ട് 24 years ആയി. 24 years. നിങ്ങൾക്ക് എത്ര വയസ്സായി കാണിച്ചു കൊടുത്തതാ? 5 വയസ്സിൽ തുടങ്ങിയ ഷോപ്പ്. ഞാനിവിടെ വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളുടെ യാത്ര പോകുമ്പോ നമ്മൾക്ക് കുറച്ച് ഡ്രസ്സ് കാര്യങ്ങളൊക്കെ വേണം. ഈ സ്റ്റിച്ചിങ് ടൈലറിംഗ് മാത്രമല്ല, വേറെ എന്തൊക്കെ വർക്കുകൾ നിങ്ങൾ ചെയ്യുന്നത്? എംബ്രോയിഡറി ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഇതുപോലത്തെ എംബ്രോയിഡറി, ഹാൻഡ് വർക്ക്, പിന്നെ പ്രിന്റിംഗ് വർക്ക്, നമ്മള് ഡിജിറ്റൽ പ്രിന്റിംഗ് എല്ലാം നമ്മൾ ചെയ്യുന്നുണ്ട്. നമ്മൾ 2002 ഒക്ടോബറിലാണ് നമ്മൾ ഷോറൂം സ്റ്റാർട്ട് ചെയ്യുന്നത്.
അന്ന് എനിക്ക് 22 years ആണ് ഏജ് ഉള്ളത്. ഉം. അപ്പോൾ ഞാൻ അന്ന് തുടങ്ങിയ സമയത്ത് ഒരു 300 സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു പീഡിയ റൂമായിരുന്നു. അന്ന് നമ്മൾ ടൈലറിങ് മാത്രമാണ് ചെയ്യുന്നത്, തുണി വെച്ചിട്ടില്ല, തുണി നമ്മളെടുത്ത് ഉണ്ടായിരുന്നില്ല. പിന്നെ നമ്മൾ ഒരു ചെയ്ത കസ്റ്റമേഴ്സിന് വളരെ കോൺഫിഡൻ്റ് ആയി, നല്ല ഫിറ്റിങ്, കസ്റ്റമേഴ്സിൻ്റെ തന്നെ ഒരു റിക്വയർമെൻ്റ് ആയി, എന്തുകൊണ്ട് നിങ്ങൾക്ക് നല്ല തുണികൾ വെച്ചുകൂടാ. അങ്ങനെയാണ് നമ്മൾ തുണികളൊക്കെ എവിടെ കിട്ടുന്നു എന്നുള്ളതൊക്കെ നമ്മൾ അറിയുന്നു. ബോംബെയിൽ നിന്നാണ് നല്ല തുണികൾ കിട്ടുക. അങ്ങനെ നമ്മൾ ഒരു ജനറൽ ട്രെയിനിന് ട്രെയിനിൽ കയറി പോയി. അപ്പോൾ അതിൽ പോയി നമ്മൾ ഒരു വൈകിട്ടാണ് നമ്മൾ അവിടെ എത്തുന്നത്. പിറ്റേ ദിവസം കൽബാദേവിയിലാണ് അവിടെ നമ്മൾ ജെൻസ് മെറ്റീരിയലിന്റെ എല്ലാം ഫാബ്രിക് ഉണ്ടെന്ന് അറിയുകയും അങ്ങനെ നമ്മൾ പോയി കുറച്ച് മെറ്റീരിയൽ പർച്ചേസ് ചെയ്തു. അങ്ങനെ നമ്മൾ തുണി വെച്ചു, പടിപടിയായിട്ട് അങ്ങനെ വളർന്നു. കോട്ടയ്ക്കൽ എന്ന് പറയുമ്പോൾ ഒരു ആയുർവേദിക്കിന്റെ ഒരു വേൾഡ് നമ്പർ 1 ഹോസ്പിറ്റാലിറ്റിയാണ് അവിടെ ഉള്ളത്. അപ്പൊ ഒരുപാട് വിദേശ കസ്റ്റമേഴ്സുകൾ അവര് വന്ന് കുറേ ദിവസം താമസിക്കും. ഈ നമ്മളെ ഈ സ്ട്രീറ്റിലേക്കൊക്കെ പോകുമ്പോൾ ഒരുപാട് കസ്റ്റമേഴ്സ് അന്വേഷിച്ച് കണ്ടുപിടിച്ച് അങ്ങനെ വരും അല്ലേ? അങ്ങനെ നമുക്ക് ഒരു 15 വർഷക്കായിട്ട് നമുക്ക് റിപ്പീറ്റ് വരുന്ന ഒരുപാട് കസ്റ്റമേഴ്സ് നമുക്ക് ഉണ്ട്. ഞാൻ ഇവിടുന്ന് ഒരു 4 പെയർ എന്തൊക്കെയോ എടുക്കാൻ പോവാണ്. എന്താണെന്നുള്ളത് എനിക്ക് നാസർ ഭായി പറഞ്ഞു തരണം. എനിക്ക് കുറച്ച് സ്ട്രെച്ച് ആയിട്ടുള്ള പാന്റിന്റെ ട്രൗസേഴ്സിന്റെ മെറ്റീരിയൽ ഉണ്ട് ഇവിടെ. ഉണ്ട് ഫോർമലിലുണ്ട്, പിന്നെ അർമാനി പറഞ്ഞ ക്ലോത്ത് ഉണ്ട്. ഇപ്പൊ ഞാനിത് ഇട്ടിട്ടുണ്ട്, അർമാനി ഷർട്ടിംഗ് ആണ്. ഇപ്പൊ ഇതാകുമ്പോൾ കൂടുതൽ അയണിംഗ് ഒന്നും നമുക്ക് ആവശ്യം ഉണ്ടാവില്ല, അതേസമയം ചൂടില്ല, നല്ല കൂളിംഗ് ആണ്. ഇതാണ് അർമാനിയുടെ സാധനം അല്ലേ? ഷർട്ടിംഗ് മെറ്റീരിയൽ. വാവ്. എനിക്ക് ആദ്യം ട്രൗസേഴ്സിന്റെ കാണിച്ചു തരും. ഇതെല്ലാം ട്രൗസേഴ്സ് ആണ്. ഇത് ബ്ലൂ. ഓളാഞ്ചേരിയിലുള്ള എന്റെ ഫ്രണ്ടാണ് എനിക്ക് അർമാനിയുടെ ട്രൗസേഴ്സ് മെറ്റീരിയൽ വെച്ചിട്ട് 2 ട്രൗസേഴ്സ് ഉണ്ടാക്കി തന്നു. ഇത് ഇട്ട് കഴിഞ്ഞാലുള്ള ഒരു സുഖം ഉണ്ടല്ലോ, ഭയങ്കര കംഫർട്ടബിൾ ആ. ഒന്നും ഇട്ടിട്ടില്ല എന്നേ തോന്നുള്ളൂ. അപ്പോ നിങ്ങൾ ഈ വീഡിയോ കാണുന്നവർ എന്തായാലും ഈ മെറ്റീരിയൽ കൊണ്ട് ഒരു ട്രൗസർ എന്തായാലും നിങ്ങൾ ഉണ്ടാക്കണം. ഇവിടെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇതിന്റെ വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാകൂ. ഇവിടെ കുറേ കളേഴ്സ് ഉണ്ട്. ഇതിൽ ഞാനിപ്പോ എടുക്കുന്നത് ഇത് ഒരു ബ്ലാക്ക് കണ്ടോ, ഇതിന്റെ ഫ്ലോ നോക്കിയേ കണ്ടോ, ഇതേ ഫ്ലോ ആണ് നമ്മൾ ഇടുമ്പോഴും. ദെൻ സെക്കൻഡ് കളർ ഞാൻ എടുക്കുന്നത് ഇതാണ്, ഡാർക്ക് ബ്ലൂ. ഇതും സെയിം മെറ്റീരിയൽ അല്ലേ? ബ്രൗൺ നല്ലതാണോ? ഓ യാ. ഔട്ട്സൈഡ് ഇതല്ലേ വരിക? ലൈറ്റ് ഷെയ്ഡ് ഇതിന് നല്ലതാണോ ഈ മെറ്റീരിയൽ? ഇത് നല്ല കളറാ. യെസ്. അപ്പൊ ഈ 3 കളർ. മോന്റെ പേരെന്താ? ദെൻ എനിക്കൊരു വൈറ്റ് വേണം, ലിനൻ വൈറ്റോ ഇതിന്റെ പാന്റിന്റെ. ഇത് കുറച്ച് കട്ടിയുള്ള ടൈപ്പ് അല്ലേ? ഇതിലേതായിരിക്കും നാസിർ ഭായി നമ്മള് അടിച്ചു കഴിഞ്ഞാൽ ഭംഗി ഉണ്ടാവുക? ഈ കളർ അല്ലേ? പിന്നെ എനിക്ക് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാല് ഹാഫ് സ്ലീവ് ഷർട്ടാ. ഞാൻ ഫുൾ സ്ലീവ് ഇടില്ല. ഇതൊക്കെ അർമാനിയുടെ ഷർട്ടിങ്സ് ആണോ? ഗ്രേ എന്തായാലും ആണെങ്കിൽ ഈ ഗ്രേ 2 സെയിം ആണോ? ഏതാണ് ബെറ്റർ? ഇതായിരിക്കില്ലേ ബെറ്റർ? ഇതൊന്ന്. ഇതാണ് നമ്മുടെ അടുത്ത്. ഒരു കളറും കൂടി കാണിച്ചു തരുമോ? ഇത് നല്ല കളറാണ് അല്ലേ? ഇതാണ് മൂപ്പര് എല്ലാം സജസ്റ്റ് ചെയ്യും, നമ്മൾക്ക് സൂട്ട് ചെയ്യുന്ന കളർ ഏതാണ് എന്താണെന്നുള്ള. ഷർട്ടിംഗ് ഉണ്ടോ റീഡ് ആൻഡ് ടൈലറിന്റെ ഇവിടെ? ഞാൻ മുമ്പ് സൂട്ടിനൊക്കെയാണ് റീഡ് ആൻഡ് ടൈലർ എടുത്തിട്ടുള്ളത്. ഇപ്പൊ പുതിയതായിട്ട് എന്താ അടിപൊളി. സ്ട്രൈപ്സ് ഒന്നും ഞാൻ ഉപയോഗിക്കാറില്ല, അതുകൊണ്ട് അല്ലെങ്കിൽ ചൊമ്പ് എങ്ങനെ ഉണ്ടാവും? ചൊമ്പ് ഓണസ്റ്റ്ലി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നമ്മൾ കളേഴ്സ് നമ്മൾ ചൂസ് ചെയ്യുമ്പോൾ അവര് കോൺഫിഡന്റ് ആണ് ഏറ്റവും വലിയ. എനിക്ക് അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല, എന്ത് ചെയ്യാനും പ്രശ്നമില്ല. ഏതായിരിക്കും ബെറ്റർ നാസിർ ഭായ്? ഇതാണോ അതോ ഇതാണോ? ഇത് മതി. അപ്പൊ മെഷർമെന്റ് എടുക്കണം. അപ്പൊ ഷർട്ടിന്റെ സ്റ്റൈലൊക്കെ എനിക്ക് ചൂസ് ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മളിപ്പോ ആ ഒരു പ്രോസസ്സും കൂടി നിങ്ങൾക്ക് കാണിച്ചു തരാണ്. ഞാനിപ്പോ നാസിർ ഭായ് പറഞ്ഞതിനനുസരിച്ചിട്ടുള്ള മെറ്റീരിയൽസ് ആണ് എടുത്തിട്ടുള്ളത്, എന്റെ സ്കിൻ ടോണിനും എല്ലാം സൂട്ടബിൾ ആയിട്ടുള്ളത്. ഇത് കണ്ടില്ല, ഞാനിപ്പോ ഈ സാധനം ഒരു സാധാരണ ഷോപ്പിൽ നിന്ന് മേടിച്ചതാ. ഇതിപ്പോ ഞാൻ ഇങ്ങനത്തെ ഒരു 5-6 ഓർഡർ ചെയ്തിട്ട് ഇത് തന്നെയാണ് ഇപ്പൊ ഇടുന്നത്, കാരണം ഭയങ്കര കംഫർട്ടബിൾ ആണല്ലോ. എനിക്ക് ബാംഗ്ലൂർ ഓഫീസിൽ പോകുമ്പോൾ ഇതിട്ട് എടുക്കാൻ പറ്റില്ല, ഫുൾ എക്സിക്യൂട്ടീവ് ആവാനും പാടില്ല. ഇതിപ്പോ ഗുർഖ സ്റ്റൈൽ ഉണ്ട്. ദെൻ ഇതൊക്കെ ഇതൊരു നല്ല സ്റ്റൈലാ. ഒരെണ്ണം ഇങ്ങനെ ചെയ്യാം. എന്താ അത്ര ലൂസ് വേണ്ട. ഈ സ്റ്റൈല് വന്നാൽ മതി, എനിക്ക് ഫോൾഡ് വേണ്ട. അപ്പൊ കല്യാണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആണുങ്ങളുടെ ഡ്രസ്സിന് നോ പ്രോബ്ലം. നിങ്ങൾ വന്ന് ഫിറ്റിംഗ് ഒക്കെ ചെയ്തു തരും? കേരളത്തിൽ എവിടെയായാലും വേണമെങ്കിൽ. അപ്പൊ അതിനൊരു എക്സ്ട്രാ ചെറിയൊരു ചാർജ് ഉണ്ടാവും അല്ലേ? ഗ്രൂമിങ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. അപ്പൊ ഒരു ഫുൾ സർവീസ് സ്വിച്ച് അങ്ങനെയാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് അല്ലേ? അപ്പൊ അർമാനി പാന്റ് മാത്രമല്ല കേട്ടാ, നിങ്ങൾക്ക് ഇവിടെ ഒരാൾ നിൽപ്പുണ്ട്, ഇങ്ങോട്ട് വരും. ഇത് നാസിർ ഭായിയുടെ വൈഫാണ് അല്ലേ? പേര്
ഹസീന ജാസ്മിൻ. ഓക്കെ. അക്കൗണ്ട്സ് നോക്കുന്നത്. ആക്ച്വലി ടീച്ചറാണ്. ടീച്ചറാണോ? ഇപ്പൊ ആള് നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ഇവിടെ വരികയാണ് അല്ലേ? ടീച്ചിങ് ടീച്ചിങ് നിർത്തിയിട്ട് ഇങ്ങോട്ട് വന്നു. ഏത് കാലത്തും ഏത് ബിസിനസ്സും തുടങ്ങാം. അത് നമ്മൾ അതിനുള്ള തയ്യാറെടുപ്പ്, അതിന്റെ പിന്നാലെ നമ്മൾ കുറച്ചു കാലം നമ്മൾ ഓടണം. ഓടിക്കഴിഞ്ഞാൽ എന്ത് ബിസിനസ് നമുക്ക് ചെയ്യാം. അതിനുള്ള ഉദാഹരണമാണ് ഇവര്. 3 മക്കളാണ് ഇവർക്ക്. ഒരാള് നീറ്റിന് പഠിക്കുന്നു, ദെൻ 2 ചെറിയ 3 ആമ്പിള്ളേര് അല്ലെ? അല്ലെങ്കിൽ രണ്ടാമത്തവനായിരിക്കുമല്ലോ മിക്കവാറും നിങ്ങളെ പിൻഗാമി എന്ന് തോന്നുന്നു. അവനെ കണ്ടിട്ട്, ലക്ഷണം കണ്ടിട്ടാണോ? ഡ്രസ് വാങ്ങാൻ വന്നിട്ട് ഞാൻ വീട്ടുകാരനായി. അവനെ ഞാൻ കൊണ്ടുപോയിക്കോട്ടെ. നീ പറയണ്ട എന്റെ കൂടെ. ദേവ് ഓടണപ്പോഴത്തേനും. പേരെന്താ മോൻ? അസാൻ ഷഹസാദ്. ഓക്കെ. നമ്മളിപ്പോ എല്ലാം ഓർഡറും കൊടുത്തു കഴിഞ്ഞു. നിങ്ങളെ കല്യാണമാണെങ്കിലും എൻഗേജ്മെന്റ് ആണെങ്കിലും ബർത്ത്ഡേ പാർട്ടീസ് ആണെങ്കിലും അങ്ങനെ എന്തെല്ലാം പേഴ്സണൽ ഫംഗ്ഷൻ ആയാലും കോർപ്പറേറ്റ് ഇവന്റ്സ് ആയി കഴിഞ്ഞാലും നിങ്ങൾ ഫ്രണ്ട്സ് എല്ലാവരും കൂടിയിട്ട് ഒരേ രീതിയിലുള്ള ഡ്രസ്സ് എടുക്കുന്ന എന്താണ്. ഇനി നിങ്ങളൊരു ഒറ്റൊരാളാണെങ്കിലും നിങ്ങൾക്ക് എത്ര ഡ്രസ്സ് വേണമെന്നുണ്ടെങ്കിലും വാർഡ്രോബ് സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിലും എല്ലാത്തിനും മെൻ ഡിസൈനിൽ വന്നാൽ മതി. നിങ്ങൾ നോമ്പ്, പെരുന്നാള്, വിഷു, ഈസ്റ്റർ എല്ലാം കൂടി ഒരുമിച്ച് വരുന്ന ഒരു സീസണാണ്. അപ്പോൾ ഈ സീസണിൽ നിങ്ങൾക്ക് കസ്റ്റം മെയ്ഡ് ക്ലോത്ത്സ് ആണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ധൈര്യമായി വരാൻ പറ്റുന്ന സ്ഥലമാണ് എൻ ഡിസൈൻ. ഇനി നിങ്ങൾ സ്ത്രീകളാണെങ്കിൽ പേടിക്കേണ്ട ആവശ്യമില്ല. എൻ ഡിസൈനിന് മഞ്ചേരിയിൽ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും വേണ്ടിയിട്ട് ഒരു ടൈലറിംഗ് ആൻഡ് ക്ലോത്തിങ് സ്റ്റോർ ഉണ്ട്. അതിന്റെ ഡീറ്റെയിൽസ് ഞാൻ അടുത്ത വീഡിയോയിൽ കാണിക്കുന്നുണ്ട്.